قال الله تعالى في قرآنه الكريم قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമാണ് ശരിയായ ആദർശമെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഞാനിവിടെ ഓതിവച്ച ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 14-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം വിശ്വാസികളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. കാലത്തിൽ അഅറാബു ആമന്ന, ഗ്രാമീണരായ അറബികൾ പറയുന്നു, ഞങ്ങളൊക്കെയും സത്യവിശ്വാസികളായി മാറിയിരിക്കുന്നു. ഖുൽ, പ്രവാചകരെ അവരോട് പറയുക, ലം തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പക്ഷേ നിങ്ങൾ പറയേണ്ടത് മുസ്ലിങ്ങൾ ആയിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സത്യവിശ്വാസം ഇറങ്ങിയിട്ടില്ല. ഗ്രാമീണ അറബികളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രസ്താവനയാണ് ഈ ആയത്ത്. ഈ ആയത്ത് അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിച്ച ഒരു വിഭാഗം. ഇസ്ലാം ശക്തിപ്പെട്ടു, മദീനയിലെ പ്രബല മതമായിട്ട് ഇസ്ലാം മാറി, മുസ്ലിങ്ങളുടെ ഒപ്പം നിന്നാൽ ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. അത് വിചാരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെയും മുസ്ലിങ്ങളാണ്, സത്യവിശ്വാസികളാണ് എന്നവർ പറഞ്ഞു. ചില താല്പര്യങ്ങളെ മുൻനിർത്തി മുസ്ലിങ്ങളായി തീർന്ന ഒരു വിഭാഗത്തെയാണ് ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊക്കെ ആമന്ന,
സത്യവിശ്വാസികളാണ് എന്ന് അവര് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങൾ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല, ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുസ്ലിങ്ങളായവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്. അതാണ് ഖൂലു അസ്ലംന, ദേശീയ മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ. രാജ്യത്തിന്റെ കാഴ്ചപ്പാടിൽ, രാജ്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷേ അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെന്ന് പറഞ്ഞു, പക്ഷെ ഈമാൻ ഇറങ്ങിയിട്ടില്ല. ഈ ആയത്ത് വച്ചുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഗൗരവതരമായ ഒരു കാര്യമാണ് ഇസ്ലാമിനെ പഠിക്കുക, ഇസ്ലാമിനെ മനസ്സിലാക്കുക, അങ്ങനെ മുസ്ലിങ്ങളായി മാറുക. ആ അർത്ഥത്തിൽ നമുക്ക് മുസ്ലിങ്ങളായി മാറുവാൻ സാധ്യമായിട്ടുണ്ടോ എന്ന അന്വേഷണം ഈ സന്ദർഭത്തിൽ ആവശ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, അന്ന് മുസ്ലിങ്ങളെ എല്ലാവരും സ്നേഹിച്ചിരുന്നു. വിമർശനങ്ങളുണ്ട്, പക്ഷേ നല്ല മനുഷ്യർ എന്ന നിലയിൽ. ഇസ്ലാമിനോട് എതിർപ്പുണ്ട്, അതിരൂക്ഷമായ ഭാഷയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്. എന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ സംബന്ധിച്ച് ശത്രുക്കൾ വരെ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, വിശുദ്ധരായ നല്ല മനുഷ്യർ. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പലായനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ തയ്യാറാക്കുന്ന വേളയിൽ, അതായത് മദീനയിലേക്കുള്ള പലായനമാണ്, എല്ലാം ഇട്ടെറിഞ്ഞ് വിശ്വാസികൾക്ക് പോകേണ്ടി വന്നല്ലോ. അപ്പൊ ഈ പലായനത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന സത്യനിഷേധിയായ മനുഷ്യൻ, അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, താങ്കൾ പോകരുത്. പോകരുത് എന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശമില്ല എങ്കിലും ഒരു പ്രത്യേകമായ സാമൂഹ്യ സാഹചര്യം അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ മക്ക വിട്ട് പോകണം, അവരെ നാടുകടത്തുന്നു. അതാണ് പലായനം അല്ലെങ്കിൽ ഹിജ്റ. പക്ഷെ ഇബ്നു ദുഗ്ന വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, താങ്കൾ പോകരുത്. അദ്ദേഹം ചേർത്തു പറഞ്ഞ ഒരു വാക്ക്, താങ്കളെ പോലെയുള്ള നല്ല മനുഷ്യർ ഇവിടെ നിന്ന് പോയാൽ അത് ഈ നാടിന് വലിയ ക്ഷതമേൽപ്പിക്കും. ഇത് ഒറ്റപ്പെട്ട ഒരു ഉദാഹരണമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹം, മുസ്ലിം സമൂഹം, മുസ്ലിം കമ്മ്യൂണിറ്റി, അതിന്റെ സവിശേഷതയാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത്. ഒരു മാതൃകാ സമൂഹത്തെ അദ്ദേഹം നിർമ്മിച്ചെടുത്തു. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്, സമുദായത്തിന് ഒരു മാതൃകാ സമൂഹമായിട്ട് മാറുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിനെ നമ്മൾ പഠിച്ചിട്ടില്ല. ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാമിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന വണ്ണം പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതല്ലാതെ മറ്റെന്തൊരു കാരണം നമുക്ക് ബോധിപ്പിക്കാൻ സാധിക്കും? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം ഇറങ്ങിയിട്ടില്ല. വിശ്വാസം ഇറങ്ങിയാൽ നമ്മൾ ഇതുപോലെ ആയിരിക്കില്ല. ഒരു മാതൃകയായി
നമുക്കിവിടെ ജീവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ ലോകത്ത് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. വിമർശിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല, വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ലോകാവസാനം വരെ വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു മതമാണ് ഇസ്ലാം. എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെട്ടു? അത് ഇസ്ലാം ഏതാണ്ട് മോശമായതുകൊണ്ട്, ചീത്തയായതുകൊണ്ടാണോ? എല്ലാവരും ചേർന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നു. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ എല്ലാവരും ചേർന്ന് നാനാ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്ലാം ഏതാണ്ട് മോശമായതുകൊണ്ടാണ്, ചീത്തയായതുകൊണ്ടാണ് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അങ്ങനെയാണോ? എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു? മുസ്ലിങ്ങൾ ഒരു മാതൃകാ സമൂഹം അല്ലാത്തത് കൊണ്ടാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ മാതൃകാ സമൂഹമായിരുന്നു. എന്നിട്ടും അവർ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടു. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് യാസീൻ നമ്മളെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ്. എല്ലാ ദിവസവും സൂറ യാസീൻ പാരായണം ചെയ്യുന്നതിൽ പുണ്യമുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ സൂറ യാസീനിൽ ഒരു സംഭവ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. അവിടെ മുതലാണ് ആ സംഭവ കഥ ഇങ്ങനെ വരുന്നത്. ഒരു ഗ്രാമത്തിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ അയക്കുന്നു. ആ പ്രവാചകന്മാരെ ആ ഗ്രാമവാസികൾ വിമർശിക്കുന്നു. പ്രവാചകന്മാരെ അല്ലാഹു അയച്ചത് ആ ഗ്രാമവാസികൾക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഗ്രാമവാസികളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചത്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഗ്രാമവാസികൾ പ്രവാചകന്മാരോട് പറയുന്നു, ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. നിങ്ങൾ വന്നതിന് ശേഷമാണ് കുഴപ്പമുണ്ടായത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഞങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും. നിങ്ങൾ പ്രവാചകന്മാരായിട്ട് വന്ന ശേഷമാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് ഈ ഗ്രാമം വിട്ട് നിങ്ങൾ പോകണം. നിങ്ങൾ പോയില്ലെങ്കിൽ ലനർജുമന്നകും, ഞങ്ങൾ കല്ലെറിഞ്ഞ് ഓടിക്കും. വലയമസന്നകും മിന്ന അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരും. ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? പ്രശ്നം പരിഹരിക്കാൻ വന്ന പ്രവാചകന്മാർ പ്രശ്നക്കാരായി മാറി. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാമവാസികൾ സമാധാനത്തിന്റെ വക്താക്കളായി മാറി. നേരെ തല തിരിഞ്ഞു. അതായത് ആ ഗ്രാമവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ പ്രശ്നക്കാരായി മാറിയെന്നല്ല, പ്രശ്നക്കാരായി മാറിയതായിട്ട് ഗ്രാമക്കാർ ചിത്രീകരിച്ചു. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മതപരമായ മേഖലയിൽ, കുടുംബ മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ, രാഷ്ട്രീയത്തിൽ, അങ്ങനെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാമവാസികൾ സമാധാനത്തിന്റെ മനുഷ്യരായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. നമ്മൾ സൂറ യാസീന്റെ ആ ഭാഗം ഇങ്ങനെ വായിച്ച് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ പ്രവാചകന്മാരെ ക്രൂരമായി അവർ മർദ്ദിക്കുന്നതായിട്ടും അള്ളാഹു പറയുന്നുണ്ട്. ഇതുപോലെയല്ല ഇപ്പോൾ ഇസ്ലാമിന്റെയും അവസ്ഥ. എല്ലാത്തിൻ്റെയും പ്രശ്നം ഇസ്ലാമാണ്. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇസ്ലാമാണ്. അങ്ങനെയാണ് ഇവിടെ നാസ്തികര് പറയുന്നത്.
അങ്ങനെയാണ് ഇവിടെ നിരീശ്വരവാദികൾ പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും കയറി വരും, ഇതൊക്കെ ശരിയാണല്ലോ, എല്ലാത്തിൻ്റെയും കാരണം ഇസ്ലാമാണോ? ഇവിടെ ആകെപ്പാടെ ലോകാടിസ്ഥാനത്തിൽ മൊത്തത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു മതമാണോ ഇസ്ലാം? അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു. ഞാനിവിടെ ഓതിവെച്ച ഞാൻ ഈ പറഞ്ഞ ചരിത്രമുണ്ടല്ലോ, സൂറ യാസീനിലെ പ്രവാചകന്മാർ പ്രശ്നക്കാരായി മാറ്റപ്പെടുന്നു, ഗ്രാമവാസികൾ പ്രശ്നമുണ്ടാക്കിയവർ സമാധാനത്തിന്റെ വക്താക്കളായി മാറ്റപ്പെടുന്നു. അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിട്ട് പ്രവാചകന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പേരെടുത്തു പറഞ്ഞ ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശദമായി തന്നെ അള്ളാഹു പറയുന്നുണ്ട്. ഫറോവയാണ് അവിടെ എതിരാളി. ഫറോവയെ സംബന്ധിച്ച് ഞാനിവിടെ വിശദമായി പറയേണ്ടതില്ല. നമുക്കെല്ലാവർക്കും ഫറോവ ആരാണെന്നറിയാം. ക്രൂരനായ ഒരു ഏകാധിപതിയായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു ഫറോവയുടെ ചരിത്രം. ആ ഫറോവയുടെ അടുക്കലേക്കാണ് ഈ ദിഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി മാറിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒന്നാമത്തെ കൽപ്പനയാണ്, നീ ഫറോവയുടെ സമീപത്തേക്ക് ചെല്ലുക. ഇന്നഹു തഗ, അവൻ അക്രമിയാണ്. തൊക എന്ന വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും പറയേണ്ടതില്ല. ആ അക്രമിയായ ഫറോവയുടെ സമീപത്തേക്ക് നീ ചെല്ലണമെന്ന് മൂസാ നബിയോട് അലൈഹിസ്സലാം അള്ളാഹു ആദ്യമായി പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ കയറുന്നു, അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് വിളിക്കുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു, അഥവാ പ്രവാചകനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. ഒരുപാട് ചരിത്രമുണ്ട്, അത് വിശദമായി പറയാൻ നമുക്ക് സമയമില്ല. എന്നാലും ആ ചരിത്രം പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിനെ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. അവസാനം ഫറോവയുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, ലതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ. മൂസാ നബിയോടാണ് ഫറോവയുടെ ചോദ്യം. മൂസ, നീ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവനാണോ? നീ പ്രശ്നക്കാരനായി വന്നവനാണോ? ഞങ്ങൾ മാമൂലായിട്ട് ഇവിടെ ഞങ്ങളുടെ ദൈവങ്ങളെയും ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലേക്ക് നീ വന്നത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണോ? ഇവിടെ ഫിത്ന ഉണ്ടാക്കുകയാണോ? അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഫിത്ന ഉണ്ടാക്കുന്നത് ആരാ? മൂസാ നബി അലൈഹിസ്സലാം എന്തിനാണ് വന്നത്? അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി വന്ന മൂസാ നബി അലൈഹിസ്സലാം മനുഷ്യരെ ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന്, അവർ അകപ്പെട്ട എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി വന്ന മൂസാ നബി അലൈഹിസ്സലാം കുഴപ്പക്കാരനായി മാറി. എല്ലാ മനുഷ്യരെയും അടിച്ചമർത്തുന്ന ഏകാധിപതിയായ ഫറോവയാകട്ടെ നല്ലവനായിട്ട് മാറ്റപ്പെടുന്നു. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയാണ് പിന്നീട് ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ ആ ഒരു സംഗതിയെ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർ നേരിട്ട അതേ പ്രതിസന്ധി. മൂസാ നബി അലൈഹിസ്സലാം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്ന വ്യക്തി, പക്ഷേ അദ്ദേഹം പ്രശ്നക്കാരനായി അവതരിപ്പിക്കപ്പെട്ടു. ഓരോ പ്രവാചകന്മാരും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മക്കയിലേക്ക് വരുന്നു. പ്രവാചകൻ ആകുന്നതിന് മുമ്പ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്റ്റാറ്റസ് നമുക്കറിയാം, അൽ അമീൻ. എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അത്രയ്ക്ക് നല്ല ഒരു മനുഷ്യൻ മക്കയിൽ വേറെയില്ല. പക്ഷെ പ്രവാചകനായി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് വിളിച്ചവർ അതേ നാവുകൊണ്ട് തന്നെ പല പേരുകൾ വിളിക്കുന്നു. വിശുദ്ധ ഖുർആൻ ആ പേരുകളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം അദ്ദേഹത്തെ വിളിച്ചത് ഭ്രാന്തൻ എന്നാണ്. ഈ മുഹമ്മദിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. ഭ്രാന്താണ് എന്ന ഒരു കേവല വർത്തമാനമല്ല, മറിച്ച് അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊക്കെ തമാശയ്ക്ക് പറയും അവന് ഭ്രാന്താണ് എന്ന് പറയും.
പക്ഷെ അയാൾക്ക് ഭ്രാന്തില്ല. നമ്മുടെ ഒരു വർത്തമാനം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വിമർശിച്ചത് ഭ്രാന്താണ്. ശരിക്കും ഭ്രാന്താണ്. ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ന് മക്കക്കാര് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. വമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അല്ലാഹു അവിടെ കൊടുത്ത മറുപടി ചുട്ട മറുപടിയാണ്. ഈ മറുപടിയിൽ ഇവരുടെ വിമർശനങ്ങൾക്ക് കാമ്പില്ല എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെ? വമാ സാഹിബുക്കും, സാഹിബ് എന്ന പ്രയോഗം എന്താണ്? സാഹിബ് എന്ന വാക്കിന്റെ അർത്ഥം കൂടെ കഴിയുന്നവൻ, കൂടെ ജീവിക്കുന്നവൻ. എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ സഹപ്രവർത്തകൻ, ഞാൻ എപ്പോഴും കാണുന്നവൻ. അപ്പൊ അവന്റെ വർത്തമാനത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ സമീപനത്തിൽ ഒരു ഭ്രാന്തന്റെ ഒന്നും ഞാൻ കാണുന്നില്ല. ഒരു ഭ്രാന്തന്റെ വർത്തമാനം ഇങ്ങനെയാണോ? ഒരു ഭ്രാന്തന്റെ കൾച്ചർ ഇങ്ങനെയാണോ? ഒരു ഭ്രാന്തന്റെ വേഷവിധാനം ഇങ്ങനെയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തത്വങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഉപദേശങ്ങളാണ്. ഒരു ഭ്രാന്തൻ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഉപദേശങ്ങളൊക്കെ പറയുമോ? ഒരു ഭ്രാന്തന്റെ ഒരു സംസ്കാരം എന്തായിരിക്കും? അവന്റെ നടത്തം, അവന്റെ ഇരുത്തം, അവന്റെ സംസാരം, അവന്റെ പ്രകൃതം, അവന്റെ വേഷവിധാനം, അവന്റെ ചിരി, അവന്റെ ശബ്ദം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വമാ സാഹിബുക്കും എന്ന പ്രയോഗം. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി ഭ്രാന്തനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആർക്കാണ് ഭ്രാന്ത്? ആർക്കാണ് അവിടെ ഭ്രാന്ത്? അപ്പൊ ആ രൂപത്തിൽ വളരെ കൃത്യമായ വ്യക്തമായ മറുപടിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശനത്തിന്റെ മുന ഒടിക്കുന്നുണ്ട്. പിന്നെ അവര് വിളിച്ച മറ്റൊരു പേര് ഷാഇർ എന്നാണ്, കവി. മുഹമ്മദ് ഒരു കവിയാണ്. ഒരു കവിയുടെ പെരുമാറ്റം എങ്ങനെ? ഒരു കവിയുടെ ജീവിതം എങ്ങനെ? ഒരു കവിയുടെ കൾച്ചർ എന്താ? ഇതൊക്കെ മക്കൾക്കാർക്ക് അറിയാം. പക്ഷേ കവിയുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത, ജീവിത സംസ്കാരം കൊണ്ട് കവിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും അല്ലാഹു പറയുന്നുണ്ട്, ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ കർത്താവ് ഒരു കവിയല്ല. പിന്നെ അവർ വിളിച്ച മറ്റൊരു പേരാണ് ജോത്സ്യൻ. ഇങ്ങനെ 3 പേരുകൾ മക്കയിലെ ബഹുദൈവ ആരാധകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടു. എന്നാൽ അവർക്കറിയാം, ഒളിച്ചും പാത്തും അവർ പറയുന്നുണ്ട്. എന്ത് പറയുന്നു? അബുൻ കരീം, ഞങ്ങളുടെ മാന്യനായ സഹോദരൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകൽ വെളിച്ചത്തിൽ ആക്ഷേപിക്കുന്നു. രാത്രിയുടെ അല്ലെങ്കിൽ മാറി നിന്ന് അവര് പ്രവാചകരെ സംബന്ധിച്ച് പറയുന്നു അബുൻ കരീം, അഹുൻ കരീം, ഇബ്നു അഹുൻ കരീം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകൻ, ഞങ്ങളുടെ മാന്യനായ സഹോദരൻ എന്ന് പറഞ്ഞാൽ അബ്ദുള്ളയുടെ മകൻ, ഏറ്റവും നല്ല. കരീം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഏറ്റവും നല്ല ഒരു മനുഷ്യൻ. ഈ മക്കയിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് ഒളിഞ്ഞിരുന്ന് അവർ പറയുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരസ്യമായിട്ട് അവർ പറയുന്നു, ഇദ്ദേഹം ഭ്രാന്തനാണ്, ഇദ്ദേഹം കവിയാണ്, ഇദ്ദേഹം ജ്യോത്സ്യനാണ്. ഇതാണ് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, വിമർശനങ്ങളിൽ ഒരു കാമ്പുമില്ല എന്ന് പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നതാണ് ഒരു വിമർശനം. നമുക്കത് മനസ്സിലായല്ലോ. ഇസ്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മതമല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു മതമാണ്. അതെങ്ങനെ എന്ന് പഠിക്കണം. പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം, പ്രശ്നമുണ്ടാക്കുന്ന ഒരു മതമല്ല അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, നബി അങ്ങനെ ആയതുകൊണ്ടല്ലേ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നബിയെ സംബന്ധിച്ചുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട്. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ പരതുമ്പോൾ ഒരുപാട് ആളുകൾ വന്നിരുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാമഭ്രാന്തനായിരുന്നു, കണ്ടില്ലേ, ഒരുപാട് സ്ത്രീകളെ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്കയിലെ സമ്പന്നരായ ആളുകൾ, നേതാക്കന്മാരൊക്കെ വന്നിട്ട് ആ നബിയോട് പറയുന്നുണ്ട്, മുഹമ്മദേ, നിനക്ക് പെണ്ണ് വേണോ? ഞങ്ങൾ തരാം. അവർ പറഞ്ഞ വാക്ക, നിനക്ക് ഈ മക്കയിലെ ഏറ്റവും തറവാടിത്തമുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം, ഒന്നല്ല, നിനക്ക് എത്ര വേണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. നിനക്ക് സമ്പത്ത് വേണോ? ഞങ്ങൾ തരാം. ഈ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി നിന്നെ ഞങ്ങൾ മാറ്റാം. അതെല്ലാം നിനക്ക് അധികാരം വേണോ? ഞങ്ങൾ തരാം. ആ സന്ദർഭത്തിൽ സമ്പത്തിനോടും പണത്തിനോടും അധികാരത്തോടും പെണ്ണിനോടും താല്പര്യമുണ്ടായിരുന്ന, അങ്ങനെയുള്ള ഈ വിമർശകര് പറയുന്ന പോലെയുള്ള ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹമെങ്കിൽ അദ്ദേഹം എന്താ പറയുക? പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എൻ്റെ ഒരു കൈയിൽ സൂര്യൻ, എൻ്റെ മറുകൈയിൽ ചന്ദ്രൻ തന്നാലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല. ഒന്നുകിൽ ഈ മാർഗത്തിൽ എൻ്റെ മരണം, അല്ലെങ്കിൽ ഈ ദൗത്യത്തിന്റെ വിജയം. ഇതല്ലേ ആ പ്രവാചകൻ കൊടുത്ത ഉത്തരം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആദർശത്തെ ബലിയാടാക്കിയിട്ട് ഈ ഭൗതികതയുടെ പുറകെ പോകാമായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ധീരമായി സംസാരിച്ചു. ഈ വന്നവര് തോറ്റുമടങ്ങി പുറകോട്ട് പോയി. പക്ഷെ ഇന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിച്ചത്, അതുകൊണ്ടല്ലേ ആ അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ വരെ ഉണ്ട്. എനിക്ക് മാന്യമായിട്ട് അവരോട് പറയാനുള്ളത്, ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചതിന്റെ സാമൂഹ്യമായ ഒരു പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് പഠിക്കണം. അത് പൂർണ്ണമായി പറയാൻ സമയമില്ല. റസൂൽ അങ്ങനെ ചെയ്തെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സാമൂഹ്യമായ ഒരു പശ്ചാത്തലം, അതിന്റെ രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും റസൂൽ ചെയ്തതാണ് ശരി. അതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റൊരു അഭിപ്രായം ഇങ്ങനെയാണ്, ഇത് വാളുകൊണ്ടൊക്കെ പ്രചരിച്ച ഒരു മതമല്ലേ, ആളുകളെ കൊന്നിട്ടല്ലേ ഇസ്ലാം ഇങ്ങനെ ശക്തിപ്പെട്ടത്. ഈ സോഷ്യൽ മീഡിയ പരതുമ്പോൾ അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പുതിയ തലമുറയിൽപ്പെട്ട ഈ ജനറേഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ഇസ്ലാം അങ്ങനെ ശക്തിപ്പെട്ട ഒരു മതമാണ്. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത്. ഒരുപാട് പേരെ കൊന്നിട്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്. അങ്ങനെയാണോ? ഇസ്ലാം ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം എന്തിനാണ് വന്നത്? സമാധാനത്തിന് വേണ്ടി വന്ന ഒരു മതമാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? സമാധാനം എന്നാണ്. അതായത് ആയുധമെടുക്കുന്നവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി വന്ന ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാം ആയുധമെടുത്തെങ്കിൽ അതും സമാധാനത്തിന് വേണ്ടിയാണ്. ചിലപ്പോ സമാധാനത്തിന് വേണ്ടി ആയുധമെടുക്കേണ്ടി വന്നേക്കാം. അത് അതിൻ്റെ പ്രത്യേകമായ ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ബോധ്യപ്പെടും എത്ര സുന്ദരമായ ഒരു ആദർശമാണിത്, എത്ര സുന്ദരമായ ഒരു മതമാണിത്. സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും വേറെ ഏതെങ്കിലും ദർശനത്തിനോ വേറെ ഏതെങ്കിലും ഒരു ഇസത്തിനോ അവകാശപ്പെടാൻ കഴിയുമോ? ഇത്രമാത്രം കൃത്യമായ അവകാശ സ്വാതന്ത്ര്യങ്ങൾ ഞങ്ങൾ നൽകുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഇസങ്ങളോ ദർശനങ്ങളോ ഉണ്ടോ? ഇല്ല. അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഭജനം എത്ര നീതിപൂർവകമായ ഒരു സമീപനമാണ് ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ ഓരോന്നിനെയും പഠിക്കുമ്പോൾ വിവാഹത്തെ സംബന്ധിച്ച് വിവാഹം എത്ര മാന്യമായ നിയമങ്ങളാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലുള്ളത്. വിവാഹമോചനം എത്ര നീതിപൂർവകമാണ്. ഇവിടെ മുത്തലാഖ് ചർച്ചയാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ അറിയാതെ എന്താ ഈ മതം ഇങ്ങനെ മുത്തലാഖുള്ള മതം? പക്ഷെ ആ മുത്തലാഖിനെ സംബന്ധിച്ച് തൊലാഖിനെ സംബന്ധിച്ച് പഠിക്കുമ്പോഴോ നമ്മൾ കേൾക്കുന്ന ഒരു തൊലാഖല്ല, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിവാഹമോചനമുണ്ട്. എത്ര സുന്ദരമാണ്, നീതിയുക്തമാണ്, എത്ര ആദർശബന്ധിതമായ ഒരു വിവാഹമോചന സിസ്റ്റം ഇസ്ലാമിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ വാക്കുകൾ കേട്ടിട്ട് വഞ്ചിതരായി പോകരുത്. വിമർശനങ്ങൾ കേട്ടിട്ട് കണ്ടോ ഇതൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ കളിയാക്കുന്നത് എന്ന് പറയരുത്. നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ്, നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് ആദ്യം നമുക്ക് സ്വയം തിരിച്ചറിവുണ്ടാവണം. ഞാനത് മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടത് മനസ്സിലാക്കാനുള്ള
അഗാധമായ ആഗ്രഹവും ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ തെറ്റിദ്ധാരണകൾ എനിക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇസ്ലാമിലേക്ക്, ആ ആദർശത്തിലേക്ക് പൂർണ്ണമായിട്ട്, കുറച്ചുകൂടി ആവേശത്തോടെ, ഈമാനികമായിട്ട്, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ പറഞ്ഞ പോലെ ഹൃദയത്തിലേക്ക് വിശ്വാസം ഇറങ്ങി അങ്ങനെ ഒരു സത്യവിശ്വാസിയായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ വെളിച്ചത്തെ, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരിഹി, പക്ഷെ അള്ളാഹു അവന്റെ വെളിച്ചത്തെ, അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ, അല്ലെങ്കിൽ വലൗ കരിഹൽ കാഫിറൂൻ, സത്യത്തിന്റെ ശത്രുക്കൾക്ക് എത്ര വിമർശനം, എതിർപ്പുണ്ടായാലും ശരി. അപ്പൊ ഈ വിമർശനങ്ങൾ അവസാനിക്കും എന്നാരും വിചാരിക്കേണ്ട. നബി അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ വിമർശിക്കപ്പെട്ടത്. നബി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലോ വിമർശിക്കാൻ വേറെ കാരണം അവർ കണ്ടെത്തുമായിരുന്നു. അപ്പൊ വിമർശിക്കപ്പെടാതെ ഈ മതം, ഈ ദർശനം മുന്നോട്ട് പോകും എന്നാരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ കിടുകിട വിറപ്പിക്കപ്പെടും. വിമർശനങ്ങളുടെ കൂരമ്പുകൾ നമുക്ക് നേരെ വരും. അത് മതമേഖല, അല്ലെങ്കിൽ ആത്മീയ മേഖല, രാഷ്ട്രീയ മേഖല, എവിടെന്ന് പറയാൻ കഴിയില്ല. അഹ്സാബ് ഉണ്ടായതുപോലെ പണ്ട് അഹ്സാബ് യുദ്ധമുണ്ടായില്ല, എല്ലാവരും ഒന്നിച്ചു. ശത്രുക്കളൊക്കെ ഇസ്ലാമിനെതിരെ മിത്രങ്ങളായി മാറി ഒന്നിച്ചു. അങ്ങനെ ഉണ്ടായ യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. അതുപോലെ പരസ്പരം ശത്രുക്കളായി നിൽക്കുന്നവരൊക്കെ ഒറ്റക്കെട്ടായി നമുക്ക് കേൾക്കാൻ പോലും കഴിയാത്ത സ്വരത്തിൽ, ഭാഷയിൽ നമ്മെ വിമർശിക്കുന്ന ഒരു കാലം വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വിശക്കുന്നവന്റെ കൈകൾ ഭക്ഷണത്തളികയിലേക്ക് എങ്ങനെയാണോ വരിക, അതുപോലെ നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കുന്ന ഒരു കാലം വരും. വിശക്കുന്നവന്റെ കൈകൾ ആർത്തിയോടെ ഭക്ഷണത്തളികയിലേക്ക് വരുന്ന പോലെ നിങ്ങളെ നാലു പാട് നിന്നും ആക്രമിക്കും. എങ്ങനെ? വിമർശിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന് ചങ്കുറപ്പോടെ മറുപടി പറയണം. നമുക്കതിനുള്ള ഉൾക്കാഴ്ച വേണം, നമുക്കതിനുള്ള ബസീറത്ത് വേണം, കഴിവ് വേണം. പുതിയ തലമുറയോട് അതാണ് പറയാനുള്ളത്. പഠിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ഒരു ചമ്മലുമില്ലാതെ സധൈര്യം സത്യത്തിന്റെ പ്രബോധകരായി നമുക്ക് മാറാൻ കഴിയണം. നല്ല ശുദ്ധമായ ഭാഷയിൽ ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ സൗന്ദര്യത്തെ നമുക്ക് വരച്ചു കാണിക്കാൻ കഴിയണം. അതിലാരും തലകുനിക്കേണ്ടതില്ല. അഭിമാനത്തോടെ, അന്തസ്സോടെ എൻ്റെ മതം, എൻ്റെ ആദർശം, അതിൻ്റെ ശരി, അതിൻ്റെ സൗന്ദര്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചങ്കുറപ്പാണ്. നമ്മൾ പതറിപ്പോകാൻ പാടില്ല. ഒരായത്തുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുക. സുമ്മസ്തഖാമു, അതിൽ ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്, പറയാൻ എളുപ്പമാണ്. എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ നാവ് കൊണ്ട് പറയാൻ പ്രയാസമില്ല. പക്ഷേ വിമർശനങ്ങൾ വരുമ്പോ വിറച്ചു പോകരുത്, ഉറച്ചു നിൽക്കുക. സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ അവർക്കുണ്ടായിത്തീരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിമർശനങ്ങളെ പ്രതീക്ഷിക്കണം, പഠിക്കണം. അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കാഴ്ചയോടെ സ്വീകരിക്കണം, മനസ്സിലാക്കണം. ഒരു യഥാർത്ഥ അഥവാ സംശയമില്ലാത്ത ഒന്നിനെ കുറിച്ചും അതെനിക്ക് സംശയമുണ്ട്, ഇവിടെ എനിക്ക് സംശയമുണ്ട്, ഇല്ല എനിക്ക് സംശയമില്ല, അത് ക്ലിയറാണ്, കറക്റ്റാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ഒരു സത്യവിശ്വാസിയായി തീരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.